വെൽക്കം ബാക്ക് ടു ടൈസൺ ഒഫീഷ്യൽ മലയാളം വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഒരു മൊബൈൽ ഫോൺ അൺബോക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോണാണ് ഈ നത്തിങ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ. അപ്പോൾ അതാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഈ ഫോൺ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഷാർപ്പ് DG എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഐഫോൺ യൂസറാണ്. അപ്പോൾ ഞാൻ ഈ ആൻഡ്രോയിഡിലേക്ക് മാറാനുണ്ടായ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ ഐഫോണിൻ്റെ ഒരു പോരായ്മകൾ എന്ന് പറയുന്നത് വെച്ചാൽ ഐഫോൺ മൊത്തത്തിൽ കാശ് കൂടുതലാണ്. ഐഫോൺ വാങ്ങിക്കാനും പ്രൈസാണ്, അതിൻ്റെ പാർട്സിനും പ്രൈസാണ്, അതിൻ്റെ ആപ്ലിക്കേഷനും പ്രൈസാണ്. പിന്നെ അതുപോലെ തന്നെ ഐഫോണിലെന്ന് വെച്ചാൽ കസ്റ്റമൈസേഷൻ ഭയങ്കര തീരെ കുറവാണ്, ബാറ്ററി ലൈഫ് അതിലേറെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഐഫോണിൽ നിന്ന് ആപ്പിളിൻ്റെ ലാപ്ടോപ്പിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. പക്ഷെ മറ്റേതെങ്കിലും ഡിവൈസിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ചാർജിങ് കേബിൾ ഇപ്പോൾ ഐഫോൺ 15-ലാണ് സി പോർട്ട് വന്നത്. അതിന് മുന്നത്തെ മോഡലുകളിലേക്കും ഐഫോണിൻ്റെ തന്നെ കേബിള്, ചാർജിങ് കേബിളാണ് അതിന് മാറ്റാൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഏതൊരു കേബിളും യൂസ് ചെയ്യാൻ പറ്റില്ല. നത്തിങ് 2 എന്ന് പറഞ്ഞ ഈ മൊബൈൽ എനിക്ക് ഒരു ഓഫറിന് കിട്ടിയതാണ്. നമുക്ക് ഈ മൊബൈൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആമസോണിൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷാർപ്പ് DG എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഓൺലൈൻ ഷോപ്പിൽ കിട്ടും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. UAE മെയിനായിട്ട് ആമസോണും ഷാർപ്പ് DG പിന്നെ ജംബോ എന്ന് പറയുന്ന കുറച്ച് ഷോപ്പുകൾ അങ്ങനെയൊക്കെയും കിട്ടും. നാട്ടിലേക്ക് ഇത് കിട്ടും. നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്ക് വലിയ അറിയില്ല. അപ്പോൾ ഇത് ഇവിടെ വരുന്ന വെച്ചാൽ ഒരു ചെറിയൊരു ഓഫറിനാണ് എനിക്ക് കിട്ടിയത്. നത്തിങ് 2 എന്ന് പറയുന്ന ഈ മൊബൈലിൽ അതിൻ്റെ ഇയർബഡ്സ്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചെറിയൊരു ചാർജർ, പിന്നെ അതിൻ്റെ ഒരു കവർ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയത്. ഇത് നത്തിങ് ഫോൺ 2 എന്ന് പറഞ്ഞ ഒരു മൊബൈലിൽ ചാർജറും വരുന്നില്ല, ജസ്റ്റ് കേബിള് വരണമെന്നൊന്നും തോന്നുന്നു. നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാൻ പോകാം. നത്തിങ് ഫോണിൻ്റെ മെയിനായിട്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈനായിട്ട് ഒരു നല്ലൊരു ഡിസൈനാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ റാം വരുന്നത് 12 GB ആണ്, റോം വരുന്നത് 256 GB ആണ്. ഇത് ബ്ലാക്ക് കളറാണ്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഉള്ളിലെ കവറിൻ്റെ മുകളിൽ തന്നെ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തതാണ് കവറിൻ്റെ മുകളിൽ. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഏകദേശം ഒരു ബുക്ക് തുറന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിട്ട്. പിന്നെ ഇതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നത്തിങ് ഫോണുണ്ട്, പിന്നെ അതിൻ്റെ കേബിളുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ എഴുതിയ ബുക്കുകളുണ്ട്. പിന്നെ ഇത്രയാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. ചാർജർ വരുന്നില്ല, ചാർജിങ് കേബിൾ വരുന്നുണ്ട്, നത്തിങ്ങിൻ്റെ തന്നെ കേബിൾ വരുന്നുണ്ട്, പിന്നെ ഫോൺ വരുന്നുണ്ട്. ഫോണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഡിസൈനാണ് ഇതിൻ്റെ. ഇവിടെ ഓപ്പൺ ചെയ്യണമല്ലേ. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഒരു 6.7 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കണ്ടില്ലേ ഒരു പ്രത്യേക തരം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ ഏതൊക്കെയും ഉള്ളിലെന്താ ക്യാമറയുടെ അടിയിലുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ലൈറ്റ് കിട്ടും, അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. പിന്നെ അതിൻ്റെ കേബിളിൽ തന്നെ നോക്കിയാൽ അറിയേണ്ട തുമ്പത്ത് നത്തിങ് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെയും നല്ലൊരു ഡിസൈനാണ് നത്തിങ്ങിൻ്റെ. എനിക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാം. അതിനു വേണ്ടി നമുക്കിതൊന്ന് മൊത്തത്തിലൊന്ന് അൺബോക്സ് ചെയ്ത് വയ്ക്കാം. അതിൻ്റെ കേബിള്,
പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയത് ഇതിൻ്റെ ചാർജിങ് സാധനങ്ങളാണ്, ചാർജിങ് അഡാപ്റ്ററാണ്. അപ്പോൾ ചാർജിങ് അഡാപ്റ്റർ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് നത്തിങ്ങിൻ്റെ ചാർജിങ് അഡാപ്റ്ററാണ്. ഇതിൻ്റെ 65 വാൾട്ടാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ അഡാപ്റ്റർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ എഴുതിയ സാധനങ്ങളുണ്ട്. പിന്നെ ഇതിലൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് വൈറ്റ് കളറായിരിക്കും. ഇതിൻ്റെ ജസ്റ്റ് ഒരു കവറാണ്. അങ്ങനെ നത്തിങ്ങിൻ്റെ അഡാപ്റ്റർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇയർബഡ്സ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഡിസൈൻ ഒരു പ്രത്യേക ഒരു ഡിസൈനാണ്, സാധാരണ കാണുന്ന പോലത്തെ ഡിസൈനല്ല. എനിക്ക് അതിൻ്റെ ഡിസൈൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എക്സ്ട്രാ കുറച്ച് ആക്സസറീസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിലുള്ള കാര്യം. പിന്നെ ഇനി അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കവറാണ്. കവറിൽ ഇതിൻ്റെ ബാക്കിലെ കേസാണ്. ഈ കേസ് കമ്പനി കൊടുക്കുന്നത് അങ്ങനത്തെ കേസാണ്. അതായത് ബാക്കിൽ നത്തിങ് ഫോണിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഒരു ബാക്കിലൊരു ഡിസൈൻ, ആ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനത്തെ ഒരു കവർ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ ഇത് ഈ ഫോണിലേക്ക് വരാണ്ടായ കാരണം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് Dimensity 7200 Pro എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് Dimensity എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സർ, മീഡിയാടെക്കിൻ്റെ Dimensity. ആ ഒരു പ്രോസസ്സറാണ് ഈ മൊബൈലിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പ്രോസസ്സർ. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്നാപ്ഡ്രാഗൺ വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഐഫോണിൻ്റെ പ്രോസസ്സർ വരും. അപ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു പ്രോസസ്സർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ എടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻ 6.7 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ പവർ എന്ന് വെച്ചാൽ 500 mAh പവറാണ് ഇതിൻ്റെ ബാറ്ററി കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ള റീഫ്രഷ് റേറ്റ് എന്ന് വെച്ചാൽ 30 to 120 GHz റീഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 50 MP ക്യാമറ, ഫ്രണ്ട് ക്യാമറ 32 MP. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഫോണിലേക്ക് പോകാണ്ടായ കാരണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വെറും നിസ്സാര റേറ്റാണ്. ഈ എല്ലാ ക്യാമറയുടെ ക്ലാരിറ്റിയും അതുപോലെ തന്നെ ബാറ്ററിയും പിന്നെ അതുപോലെ പ്രോസസ്സറും എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ കിട്ടാവുന്ന മൊബൈലാണ് ഈ നത്തിങ് 2A എന്ന് പറയുന്ന മൊബൈൽ. അപ്പോൾ എനിക്ക് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ ഡിസൈനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ കാരണങ്ങളാണ് ഞാൻ ഈ ഫോണിലേക്ക് പോകാണ്ടായ കാരണം. ഇതിലും നല്ല മൊബൈലുകൾ വേറെ കിട്ടും. ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ എല്ലാ പ്രോസസ്സറും എല്ലാ സാധനങ്ങളും കൂടിയിട്ട്, അതായത് ഇപ്പോൾ ഫോണ്, പിന്നെ ഇയർബഡ്സ്, ചാർജർ, എല്ലാ സാധനങ്ങളും കൂടി എനിക്ക് നല്ലൊരു ഓഫറിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോണാണ് ഈ നത്തിങ് 2 എന്ന് പറയുന്നത്. എനിക്ക് മെയിനായിട്ട് ഇത് പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സറാണ്. ഞാൻ പ്രോസസ്സർ മെയിനായിട്ട് നോക്കിയിരുന്നു. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.